അപ്പൊ ക്രെപ്സ് നമ്മളെ നാട്ടിലൊക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആയി വരുന്നുള്ളൂ. പാൻ കേക്സും വോഫിൾസും പല സ്ഥലത്തും ഉണ്ട്. പക്ഷെ ക്രെപ്സ് ഇങ്ങനെ വളരെ കോഴിക്കോട് തന്നെ ഐസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു കഫേയില് ക്രെപ്സ് ഉണ്ട്. അപ്പൊ ക്രെപ്സ് അടിപൊളിയാണ്. ഇതേപോലെ വോഫിൾ പാൻ കേക്കിന്റെ ഒക്കെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഡെസേർട്ട് ഐറ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. കൊച്ചി അങ്ങനത്തെ ബിഗ് മെട്രോ സിറ്റീസിലൊക്കെ എന്തായാലും ഉണ്ട്. ഇനി നിങ്ങൾ ടൊറോണ്ടോ ഒണ്ടാരിയോ ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് എന്റെ കടയിൽ വരാം. പക്ഷെ ഞാനിപ്പോ അതിന്റെ ലൊക്കേഷൻ റിവീൽ ചെയ്യുന്നില്ല. നമ്മളിപ്പോഴും ഒരു ഇനീഷ്യൽ ഫേസിലാണുള്ളത്. ഞാൻ വിചാരിച്ചു ലൊക്കേഷൻ റിവീൽ ചെയ്യുമ്പോൾ എല്ലാരും കൂടി വേറെ കാര്യം. 10 കാനഡയിലുള്ള രണ്ടാള് വന്നു. അപ്പൊ ഇതിന്റെ സ്ഥലം ഞാൻ പറയുന്നില്ല. പിന്നെ ഞങ്ങൾക്കുള്ളത് ടൊർണേഡോ എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്ന പോലത്തെ ടൊർണേഡോ പൊട്ടാറ്റോ അല്ലെങ്കിൽ ട്വിസ്റ്റർ പൊട്ടാറ്റോ എന്ന് വിളിക്കുന്നത്, ഒരു കോൽമ ഇങ്ങനെ സ്പൈറൽ പോലെയുള്ള പൊട്ടാറ്റോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ മെനു ഉള്ളത്. ഒരു ഫുഡ് ഷാക്കാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ 28 ദിവസമായി ഞാൻ കിച്ചണർ വിട്ടിട്ട് ഞാൻ സെമീറിനെ കണ്ടിട്ട് അതില് ഇന്നത്തെ ദിവസം കൂട്ടിയിട്ട് എന്റെ സെക്കൻഡ് ഡേ ഓഫ് ആണ് ഇത്. ഞാന് എന്റെ 7 days a week എന്നൊക്കെയുള്ള രീതിയിലല്ല എന്നൊക്കെയാണ് വർക്ക് ചെയ്തത്. 7 days a week ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്റെ ലൈഫ് ലേറ്റ്ലി എങ്ങനെയാന്ന് ചോദിച്ചാൽ ലിറ്ററലി അതായിരുന്നു. രാവിലെ എഴുന്നേക്കുക, നേരെ വർക്കിന് പോകുക, രാത്രി ക്ലോസ് ചെയ്യും, തിരിച്ചു വരിക, കിടന്നുറങ്ങുക. ഞാനിപ്പോ 6 days a week. പക്ഷെ എനിക്ക് 3 days ഉള്ളൂ. അതാ വൺ ഹാക്ക്. ആൾക്കാരോടൊക്കെ പറയുമ്പോ ആകെതാണ്. അതായത് ഇപ്പൊ കറന്റ്ലി നമുക്ക് എന്റെ കോഴ്സിന്റെ ഒരു ഇയർ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ബ്രേക്ക് എന്നൊക്കെ ഉള്ള രീതിയിലാണ് 4 മാസം. എനിക്ക് ഇനി സെപ്റ്റംബറിൽ ഇനി അടുത്ത സ്റ്റഡീസും കാര്യമൊക്കെ തുടങ്ങുള്ളൂ. അപ്പൊ ഈ വെക്കേഷൻ ടൈമില് നമുക്ക് ഫുൾ ടൈം ഇവിടെ വർക്ക് ചെയ്യാം. മറ്റേ നമ്മൾ സ്റ്റുഡന്റ് ആകുമ്പോൾ പാർട്ട് ടൈം പെർ വീക്ക് 20 hours ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആസ് ഓഫ് നൗ നമുക്ക് 40 hours വർക്ക് ചെയ്യാം. അപ്പൊ എല്ലാവരും പൊതുവെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു 4 മാസത്തെ ടൈമിലാണ് എല്ലാവരും ഈ 40 hours അല്ലെങ്കിൽ ക്യാഷ് ജോബിനൊക്കെ ഇല്ലീഗലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇവർ ഈ ഫീസ് ഇല്ലീഗലായി വർക്ക് ചെയ്യുന്ന ഇല്ലീഗൽ അല്ല, അതായത് ഗവൺമെന്റിന്റെ കണ്ണിൽ ഇല്ലീഗൽ. പക്ഷെ നമ്മള് അതിന്റെ രീതികൾ എത്തിക്കൽ വ്യൂസ് നോക്കുകയാണെങ്കിൽ പാവപ്പെട്ടവൻ കഞ്ഞി ഒടിച്ച് പോകാൻ വേണ്ടി മെനക്കെടുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ ഈ ഫീസും കാര്യങ്ങളൊക്കെ ഈ ഒരു 4 months സ്പാനിൽ അതാക്കാം. അപ്പം സയാന്റെ സയാൻ കിച്ചണറിന്ന് ടൊറോണ്ടോയിലോട്ട് മൂവ് ചെയ്തപ്പോ അവന്റെ ജോബ് എനിക്ക് തന്നു. എന്തെങ്കിലും കാരണവശാൽ ബിസിനസ് പൊട്ടിപ്പാളീസായി ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ ഈ ജോലി തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എടുത്താൽ നമ്മളെ സർക്കിളിൽ പോവാക്കാൻ വേണ്ടിട്ട്. അത് അടിപൊളി ജോബാണ്. അതുകൊണ്ടാണ് നല്ല ജോബാ, ഈസി ജോബാ. അപ്പം എനിക്ക് വേറൊരു ജോബുണ്ട്. അപ്പൊ ആ ജോബ് പറയുന്നത് എനിക്ക് നൈറ്റ് ഷിഫ്റ്റാ. അതായത് രാത്രി 11 to 7 ആണ് ആ ജോബ് വരിക. ഈ ജോബ് പറഞ്ഞാൽ മോർണിംഗിലാണ് ഒരു 10 to 5 in the evening അല്ലെങ്കിൽ 6 അങ്ങനെയൊക്കെയാണ് ഈ ഒരു ജോബ് വരുന്നത്. അപ്പൊ എനിക്ക് ഈ നൈറ്റും മോർണിംഗും കൂടി മാനേജ് ചെയ്യണ്ടേ. അപ്പൊ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും നമുക്ക് സൺഡേ ഇതിന് പോവാം, മൺഡേ ഇതിന് പോവാം, ട്യൂസ്ഡേ ഇതിന് പോവാം, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഞാൻ നോക്കി വന്നപ്പോ അത് പ്രാക്ടിക്കൽ അല്ല. കാരണം സപ്പോസ് ഞാൻ സൺഡേ നൈറ്റ്, അതായത് ഒരു ദിവസം നീ പകല് കിടന്നുറങ്ങുകയാണെങ്കിൽ അതിന്റെ പിറ്റത്തെ ദിവസം നീ രാത്രി കിടന്നുറങ്ങാം. ഉറങ്ങണല്ല, ഉറങ്ങാൻ സമയം ഉണ്ടാവില്ല. അതായത് ഇപ്പൊ സൺഡേ നൈറ്റ് ഞാൻ വർക്ക് ചെയ്ത് വരാണ്, മൺഡേ മോർണിംഗ് ഈ വർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ നേരമില്ല, മൺഡേ മോർണിംഗ് ഇതിന് പോകണം. പിന്നെ ഞാൻ മൺഡേ എത്തി, മൺഡേ നൈറ്റ് ഒന്ന് വർക്ക് ചെയ്ത് ട്യൂസ്ഡേ മൊത്തം മെസ്ഡപ്പാ. അതിൽ ഞാന് എന്റെ പ്ലാനൊക്കെ അങ്ങോട്ട് ഇതാക്കിയിട്ട് ഞാനൊരു പെർഫെക്റ്റ് വർക്കിംഗ് കൾച്ചർ അങ്ങോട്ട് ക്രിയേറ്റ് എന്നോട് ഇങ്ങനെ നീ ഹൈ ഐക്യു അല്ലേ, ഈ ജീനിയസാ. അതാണ് ഞാൻ പറയില്ല, ഐക്യൂലല്ല കാര്യം, അപ്ലൈഡ് ഇന്റലിജൻസിലാണ് കാര്യം. അപ്പൊ ഞാൻ എന്തായാലും ഞാൻ ഓവർനൈറ്റ് വർക്ക് ചെയ്യുന്ന എന്റെ കമ്പനിയിൽ ഞാൻ പറഞ്ഞ് ഞാന് മൺഡേ നൈറ്റ്, വെൻസ്ഡേ നൈറ്റ്, ഫ്രൈഡേ നൈറ്റ് ഇനി എന്റെ അവൈലബിലിറ്റി ഉള്ളൂ. ഈ 3 ദിവസം ഞാൻ ആഴ്ചയിൽ വരും. ഈ 3 ദിവസം ഞാൻ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ എന്റെ ഷിഫ്റ്റ് വരുള്ളൂ എന്ന് പറഞ്ഞു.